ആളിക്കത്തുന്ന പകലിന്റെ തീപ്പന്തം രാവെത്തി മെല്ലെ ഊതിക്കെടുത്തി. കുളിക്കാൻ മടിയുള്ള മടിയന്മാർ പോലും കുളത്തിൽ പോയി മുങ്ങിക്കിടക്കാൻ കൊതിക്കുന്ന തൈഷ്ണമാമുഷ്ണത്തിൻ വേനൽ ദിനങ്ങൾ. നശിച്ച മഴയെന്ന് ശാപം കേട്ട് മടുത്ത മഴമേഘങ്ങൾ ഒളിവിൽ പോയോ, അതോ പെയ്യാൻ മറന്നുപോയോ? ആലോചനയാൽ ആകാശം അനങ്ങാതെ നിന്നു. പാഞ്ചാലിയുടെ ഉടയാട പോലെ നീളുന്ന വീട്ടുജോലികളും ദാഹം ശമിപ്പിക്കുവാനാകാത്ത നിസ്സഹായതയുടെ വെള്ളം കുടിയും അക്ഷയപാത്രം പോലെ നിർത്താതെ വിയർത്തൊലിച്ചു ദേഹവും. ഇടയ്ക്കൊന്നു നടക്കാനിറങ്ങിയ മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തിയ ആകാശം കുശലം ചോദിക്കവേ കൈക്കുടന്നയിൽ നിന്നിടറി വീണ മഴത്തുള്ളിയേക്കാൾ കനമേറിയ ഇടിനാദവും മിന്നലും ഇന്നലത്തെ രാത്രിയെ പിടിച്ചുലച്ചു. പറഞ്ഞു മടുത്തിട്ടും കേട്ടുമടുക്കാത്ത കഥ കേട്ടുറങ്ങിയോരെന്റെ മകളുടെ ഉറക്കമാ ശബ്ദത്തിൽ നിന്നുയർത്തെണീറ്റ ഭയം തട്ടിയെടുത്തു. പേടിയുടെ രാക്ഷസൻ കണ്ണുപൊത്തി പിടിച്ച ആ കറണ്ടിനെയും മെല്ലെ ഇരുട്ടിലാക്കി. മൊബൈൽ ടോർച്ചിന്റെ വെട്ടത്തിൽ മുറിയിലെ ഓരോ വസ്തുക്കളും നിഴൽനാടകം തുടങ്ങവേ ഞങ്ങൾക്കിടയിൽ കിടന്നിറുകെ പുണർന്നു. മകൾ അറിയാവുന്ന മന്ത്രങ്ങൾ മുഴുവൻ പറഞ്ഞു തീർത്തു. അപ്പൻ മകളെ ചേർത്തു പിടിച്ചു ചൊല്ലി, ആകാശത്ത് ആഘോഷപൂരമാണ്, ആരോ പടക്കം പൊട്ടിക്കും ശബ്ദമാണല്ലെങ്കിൽ അവിടെ ആരോ കൊട്ടാരം കെട്ടുവാൻ പാറയിറക്കുന്നതാണെന്നൊക്കെ. മോളുടെ കാര്യം അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല. കറണ്ട് കട്ടായെങ്കിലും ഇടിമിന്നലിന്റെ സ്പാർക്ക് വൈദ്യുതിപ്പാതയിലൂടെ